അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ നമ്മൾ വന്നിരുന്നത് റവ കൊണ്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റി നല്ല രസമുള്ളൊരു ചായക്കടി ഉണ്ടാക്കി കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ്. നല്ല രസമുള്ളൊരു ചായക്കടിയാണേ, ഉണ്ടാക്കാനും തന്നെ നമുക്ക് നല്ല എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു ചായക്കടി നമുക്ക് എങ്ങനെയാണെന്ന് ഉണ്ടാക്കി വെക്കല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു കപ്പ് റവ എടുത്തുക്കണ്. ഇനി നമുക്കിത് ഒരു മിക്സിൻ്റെ കപ്പൊക്കൊന്നാണ് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഇനി നമ്മൾ ഒരു അര കപ്പ് തേങ്ങ ചിരണ്ടിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി പാർന്നുകാണ്ട് നല്ലോണം അതൊന്ന് അങ്ങോട്ട് അരച്ചെടുക്കണം. അപ്പം നമ്മളിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം പാർന്നിക്കണതേ. അങ്ങനെ നമ്മളിപ്പോൾ ഇതാ മിക്സിമ വെച്ചുകാണ്ട് നല്ലോണം അങ്ങോട്ട് അരച്ചെടുത്തുക്കണു. ഇനി നമുക്കിത് ഒരു പാത്രത്തേക്ക് ഒന്നാണ് മാറ്റി കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കരയൊക്കെ ഒന്നാണ് ഒരുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 3 അച്ച് ശർക്കര എടുത്തുക്കണു. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് വെള്ളം പാർന്നുകാണ്ട് ഇതൊന്ന് അങ്ങോട്ട് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1.25 കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് പാർന്നിക്കണത്. ഇനിയിപ്പോൾ ഇതൊന്ന് അങ്ങോട്ട് നല്ലോണം ഉരുക്കിയെടുക്കണം. അങ്ങനെ നമ്മൾ ശർക്കരയൊക്കെ ഒന്ന് അങ്ങോട്ട് ഉരുക്കി വരുമ്പോഴത്തേന് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്ന് കാങ്ങണമെന്ന് വെച്ചാൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് കാങ്ങണ ബെല്ലുമ്മലും കൂടി നിങ്ങളൊന്ന് തൊട്ടെടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന നല്ല നല്ല പലഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പൊക്കെ കാണും ജഡ്ജാ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കിക്കാണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കും ജഡ്ജാലോ. അങ്ങനെ ഇപ്പോൾ നമ്മളെ വർത്താനത്ത് കൂടി ശർക്കരയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ലോണം അങ്ങോട്ട് ഉരുക്കി വന്നിക്കണ്. ഇനി നമുക്ക് ഈ തിരിച്ച് ഒന്ന് അങ്ങോട്ട് കെടുത്തി കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്കിത് ചൂടോടെ തന്നെ ഒരു അരിപ്പി കൂടെ അരിച്ചുകാണ്ട് ഈ ഒരു മാവക്ക് നമുക്ക് തന്നെ പാർന്നു കൊടുക്കുക. അപ്പോൾ ഒന്ന് അങ്ങോട്ട് അരിച്ചെടുക്കണം കേട്ടോ. അതിൽ വല്ല കല്ലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കിട്ടും ചെയ്യുമല്ലോ. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് അങ്ങോട്ട് ഇളക്കിയെടുക്കണം. അങ്ങനെ അപ്പോൾ നമ്മളിത് നല്ലോണം അങ്ങോട്ട് ഇളക്കിയെടുത്തുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കണം. അപ്പോൾ റവ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മളിത് ഉണ്ടാക്കിക്കണമെന്ന് വെച്ചാലും ഒരു 2 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുത്താൽ ഒരു തരിയൊക്കെ ഉണ്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത്. അത് നമ്മൾ അരച്ചുകാണ്ടാണല്ലോ ഇട്ടിക്കണത്. ഇനി നമുക്കിതിൻ്റെ മധുരമൊക്കെ ഒന്ന് പാകമായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചിലപ്പോൾ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ കടിച്ചുമ്പോൾ വലിയ തൃപ്തി ഉണ്ടാവില്ലേ. അപ്പോൾ ചെറിയ ജീരകം ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നല്ലൊരു ചൊയയും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നല്ലോണം പൊന്തിയൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊക്കെ പാടെ കൂട്ടിക്കാണ്ട് ഒന്നും കൂടി നല്ലോണം അങ്ങോട്ട് ഇളക്കിയെടുക്കണം. അങ്ങനെ ഇപ്പോൾ നമ്മളിതൊക്കെ പാടെ കൂട്ടിക്കാണ്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കിയെടുത്തുക്കണു. ഇനിയിപ്പോൾ ഇത് വേണമെന്ന് വെച്ചാൽ നമുക്കിത് ഒരു 5 മിനിറ്റ് നേരം അവിടെ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഒന്നും കൂടി നല്ലോണം മയത്തിൽ കിട്ടും. ഇനിയിപ്പോൾ നേരമൊന്നുമില്ലെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ടതാണല്ലോ, അതുകൊണ്ട് അപ്പം തന്നെ നമുക്ക് നല്ല ചുട്ടെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ചട്ടീനെ അടുപ്പത്ത് വെച്ചെടുത്തുക്കണേ. ചട്ടിയൊക്കെ ഒന്ന് അങ്ങോട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതേപോലെ നെജ്ജൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും പാർന്നു കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഉണ്ടാക്കിക്കാണ്ട് ഇട്ടുകൊടുത്താൽ മതി. അപ്പോൾ നമ്മളൊരു 3-4 കണ്ടം തേങ്ങാപ്പൂൾ എടുത്തുകാണ്ട് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞുകാണ്ട് ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കാണ്ട് ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങോട്ട് കോരിയെടുക്കണം. ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ, കളറൊക്കെ മാറിക്കാണ്ട് ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങോട്ട് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തേക്ക് മാറ്റിയെടുത്തിക്കുകയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ മാണെന്ന് വെച്ചാൽ നമുക്കിത് ആ മാവക്കനെ ഇട്ട് കൊടുത്താൽ മതി. എന്നാലും ഇപ്പോൾ നമുക്കിത് ശരിക്കും കാണാനൊന്നും കിട്ടൂലേ, ഉള്ളിലൊക്കെ ആയിപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇത് ആ മാവക്ക് ഇട്ട് കൊടുക്കണില്ലേ. ഇനിയിപ്പോൾ നമ്മൾ ഈ ചട്ടിയിൽ നമുക്ക് വെളിച്ചെണ്ണ ഇല്ലയെന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ പാർന്നു കൊടുക്കുക കേട്ടോ. വലിയ സ്പൂൺ ഒരു സ്പൂണൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ പാർന്നാൽ മതി. തോനെ വെളിച്ചെണ്ണയൊന്നും വേണ്ട ഇങ്ങനത്തെ ചട്ടി ആയതുകൊണ്ട്. ഇനി നമ്മളെ മാവെന്ന് നമുക്ക് ഒരു കയ്യിൽ മാവ് എടുത്തുകാണ്ട് ഇതിക്കാൻ പാർന്നു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മളെ തേങ്ങാക്കൊത്തുനിന്ന് നമുക്ക് കുറച്ചെടുത്തുകാണ്ട് മേലെ കൂടെ ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നല്ലോണം അങ്ങോട്ട് അടച്ച് വെച്ചുകാണ്ട് കുറഞ്ഞ തിജിൽ വെച്ചുകാണ്ട് ഒരു 2-3 മിനിറ്റ് നേരം വെച്ചാൽ മതി. അപ്പോൾ തന്നെ നല്ലോണം വന്ന് കിട്ടും. അങ്ങനെ ഇപ്പോൾ നമ്മളത് വെച്ചിട്ടൊരു 3 മിനിറ്റ് ആയിക്കണം കേട്ടോ. അപ്പോൾ തന്നെ നല്ലോണം വെന്തുകണതേ. ഇങ്ങനെ തന്നെ നമുക്കിതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലോണം വെന്ത് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ വേണമെന്ന് വെച്ചാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നങ്ങോട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഒന്നാണ് മറിച്ചിട്ടുകാണ്ട് 1 മിനിറ്റ് 2 മിനിറ്റ് ഒന്നാണ് വെക്കുമ്പോഴത്തേന് ശരിക്കും വെന്ത് കിട്ടും ചെയ്യും. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. എന്നാൽ തന്നെ നല്ലോണം വെന്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് അങ്ങോട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ സ്പൂണിന് 1 സ്പൂണ് എണ്ണ പാർന്നാൽ മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു കയ്യിൽ പിന്നെ മാവും പാർന്നു കൊടുക്കുക. എന്നിട്ട് കുറഞ്ഞ തിജൻ വെച്ചുകാണ്ട് നമുക്കിതൊന്ന് അങ്ങോട്ട് മൂടിയും വെക്കുക. അപ്പോൾ 2-3 മിനിറ്റ് ആകുമ്പോഴത്തേന് അത് നല്ലോണം വെന്ത് വരുമേ.
അപ്പോൾ കണ്ടില്ലേ നിങ്ങളിപ്പോൾ ഇത് നല്ല എളുപ്പത്തിൽ നല്ല രസമുള്ള ഈ ഒരു അപ്പം നമുക്ക് കിട്ടിയിരിക്കണേ. നല്ല രസമാണിത് തിന്നാനേ. അപ്പോൾ ഉണ്ടാക്കാനും നമുക്ക് തോന്ന സാധനമൊന്നും വേണ്ടേനും. അപ്പോൾ റവിയിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് നല്ലതിൽ കിട്ടുകയും ചെയ്തിരിക്കണ്. അപ്പം നമ്മൾ ഉണ്ടാക്കിയ ചായക്കടി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ ഞമ്മക്കൊരു ലൈക്ക് തരീട്ടോ. പിന്നെ നിങ്ങൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ എനിക്ക് അങ്ങനെയെന്ന് വെച്ചാൽ അങ്ങോട്ട് സബ്സ്ക്രൈബും ചെയ്യും. പിന്നെ നിങ്ങളെല്ലാവരും ഒന്നാണ് ഉണ്ടാക്കി നോക്കി കാണും. നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇതേപോലെ നല്ല നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഇനി നമ്മൾ കാട്ടിത്തരണ്ടേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണണ വരെ നമ്മളെ എല്ലാ പ്രിയ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.